Hello, I'm with the poem Goodbye Party for Miss Pushpa T.S. written by Nazim Ezekiel. ഓക്കെ, നമുക്ക് ഓതാനെ കുറിച്ച് നോക്കാം. നസിം എസിക്കേൽ ജനിക്കുന്നത് 1924 2004 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, ആക്ടറായിരുന്നു, എഡിറ്ററായിരുന്നു, ആർട്ട് ക്രിട്ടിക്കായിരുന്നു. ഹി വാസ് എ ഫൗണ്ടേഷണൽ ഫിഗർ ഇൻ എ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യാസ് ലിറ്റററി ഹിസ്റ്ററി, സ്പെസിഫിക്കലി ഫോർ ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്ക്സ് നോക്കാം. എ ടൈം ടു ചേഞ്ച്, 60 പോയംസ്, അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് ആണ് 60 പോയംസ് എന്ന ടൈറ്റിൽ കേട്ടോ. പിന്നെ നൈറ്റ് അറ്റ് ദി സ്കോർപ്പിയോൺ. ഒരു 2-3 വർക്ക്സ് നമ്മൾ ഏതോ തന്നെ കിട്ടിയാലും പഠിച്ചേക്കുന്നത് നല്ലതാട്ടോ, എക്സാമിന് നല്ല ഉപകാരപ്പെടും. അതൊരു കീ പോയിൻ്റാണ്, ഓർത്ത് വെക്കണേ. ഈ നൈറ്റ് അറ്റ് ദി സ്കോർപ്പിയോൺ എന്നുള്ള ഈ ഒരു പോം ഞാനൊക്കെ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്, മറക്കില്ല അത്. പോയറ്റിൻ്റെ അമ്മ മരിക്കുന്ന ഒരു സാഡ് പോയമായിട്ടാണ് ആ ഒരു നൈറ്റ് അറ്റ് ദ സ്കോർപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 2-3 വർക്ക്സ് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് പോയത്തിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ തീം എന്താണെന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തീം നോക്കിയാൽ നമുക്ക് പോകാം ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂമൻ ഫോയബിളാണ്, ക്യാരക്ടർ ഫോൾട്ട്സ്. ഇത് ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, നമുക്ക് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ്, അതിൽ വരുന്ന മിസ്റ്റേക്സ്, അത് യൂസ് ചെയ്യുന്ന അതിൻ്റെ മിസ്റ്റേക്സാണ്, അതിൻ്റെ പാരഡി, അതിനെ മോക്ക് ചെയ്തിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷിനെ ഇന്ത്യൻ പീപ്പിൾസ് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിനെ മോക്ക് ചെയ്തിട്ട് ആണ് ഈ ഒരു പോം, അതിൻ്റെ പാരഡി ആക്കിയിട്ടാണ് ഈ ഒരു പോയറ്റ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫെയർവെൽ പാർട്ടിയാണ്. അതായത് ഒരു അപ്പർ ക്ലാസ്സിൽ വരുന്ന ഒരു വിമൻ, മിസ് പുഷ്പ ടി.എസ്. എന്ന് പറയുന്ന ഒരു അപ്പർ ക്ലാസ്സിൽ വരുന്ന വിമൻ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് എബ്രോഡിലേക്ക് പോകാൻ അവർക്കൊരു ചാൻസ് കിട്ടി. അപ്പോൾ അവർ പോകുമ്പം അവർക്ക് കൊടുക്കുന്ന ഒരു ഫെയർവെൽ പാർട്ടിയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അവരുടെ കൊളീഗ്സ് എന്ത് ചെയ്യണം, ഒരു സ്പീച്ച് പോലെ അവരെ പറ്റി പറയുന്ന ഒരു സ്പീച്ച് പോലെയാണ് ഈ ഒരു കവിത വന്നിട്ടുള്ളത്. ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആട്ടോ. ഈ ഒരു പോയം ഈസിലി അണ്ടർസ്റ്റാൻഡബിളാണ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അത് മിസ്റ്റേക്സ് ആയിക്കൊണ്ട് തന്നെ പോയിട്ട് എഴുതിയതാണ്. അതായത് അതാണ് ഇതിൻ്റെ ഒരു തീം. പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ്സസിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻസ് ഒരു അപ്പർ ക്ലാസ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതും കൂടെ ഈ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയത്തിൽ നോക്കാം. Goodbye party for Miss Pushpa T.S. Friends, our dear sister is departing for foreign into 2-3 days and we are meeting today to wish her bon voyage. ഫ്രണ്ട്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യാണ്, ഒരു സ്പീച്ച് പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അവർ ഡിയർ സിസ്റ്റർ പുഷ്പ ടി.എസിനെയാണ് ഇവിടെ സിസ്റ്റർ എന്ന് പറയുന്നത്. ഈസ് ഡിപ്പാർട്ടിങ് ഫോർ ഫോറിൻ ഇൻ 2-3 days. അപ്പം 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ സിസ്റ്ററായിട്ടുള്ള പുഷ്പ ടി.എസ്. എന്ത് ചെയ്യാണ്, ഫോറിനിലേക്ക് പോവുകയാണ്. വി ആർ മീറ്റിംഗ് ടുഡേ, നമ്മളിന്ന് കൂടിയിരിക്കുന്നത് ടു വിഷ് ഹർ ബോൺ വോയേജ്, ഒരു ഹാപ്പി ജേണിയാണ് ഇവിടെ. ബോൺ വോയേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാപ്പി ജേണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ഫസ്റ്റ് ആൻസർ പറയുന്നത്. ഓക്കെ, യു ആർ ഓൾ നോവിങ് ഫ്രണ്ട്സ് വാട്ട് സ്വീറ്റ്നെസ് ഈസ് ഇൻ മിസ് പുഷ്പ. ഐ ഡോണ്ട് mean only external sweetness but internal sweetness. Miss Pushpa is smiling and smiling even for no reason but simply because she is feeling. ലൈൻ ബൈ ലൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാട്ടോ, എന്നിട്ട് നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. യു ആർ ഓൾ നോയിങ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് സ്വീറ്റ്നെസ് ഈസ് ഇൻ മിസ് പുഷ്പ. മിസ് പുഷ്പ എത്രത്തോളം സ്വീറ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐ ഡോണ്ട് മീൻ ഓൺലി എക്സ്റ്റേണൽ സ്വീറ്റ്നെസ് മാത്രമല്ല, ഇൻറ്റേർണൽ സ്വീറ്റ്നെസ്സും കൂടെ ഉണ്ട്. അതായത് ഫിസിക്കൽ ബ്യൂട്ടി മാത്രമല്ല, ഗുഡ്നെസ് ഓഫ് ഹേർട്ടും കൂടി അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു മിസ് പുഷ്പ ടി.എസ്. എന്നാണ് പറയുന്നത്. മിസ് പുഷ്പ ഈസ് സ്മൈലിംഗ് ആൻഡ് സ്മൈലിംഗ്. മിസ് പുഷ്പ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈവൻ ഫോർ റീസൺ ബട്ട് സിംപ്ലി ബിക്കോസ് ഷീ ഈസ് ഫീലിംഗ്. ഷീ ഓൾവേസ് സ്മൈൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് മിസ് പുഷ്പ ടി.എസിന് എന്നാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. Next, Miss Pushpa is coming from very high family. Her father was renowned advocate in Balsar or Surat. I am not remembering now which place.
മിസ് പുഷ്പ ഡിയസ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതായത് ഒരു അപ്പർ ക്ലാസ്സിൽ പെടുന്ന ഒരാളാണ് മിസ് പുഷ്പ ഡിയസ്. അവരുടെ ഫാദർ അഡ്വക്കേറ്റ് ആണ്. ബൽസാറിലാണോ സൂറത്തിലാണോ എന്ന് പോയിട്ടിന് ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ആൻസറിൽ പോയിട്ട് അപ്പം വേറൊരു ചിന്തയിലേക്ക് പോയിട്ട് പോവുകയാണ്. സൂറത്ത് യെസ്. Once only I stayed in Surat with family members of my uncle's very old friend. His wife was cooking nicely. That was long time ago. അതായത് ഇപ്പോൾ ഇതിൽ നിന്നും ആ ഒരു സ്പീച്ച് പോലെ പറയുകയാണല്ലോ. അപ്പം സൂറത്താണ് എന്ന് പിന്നെ പോയിട്ട് ഓർമ്മ കിട്ടുകയാണ്. സൂറത്തിലാണ്. യെസ്, ഞാനൊരിക്കൽ സൂറത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അങ്കിളിൻ്റെ ഓൾഡ് ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അവരുടെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറി ഷെയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സ്റ്റാൻസയിൽ. കമ്മിങ് ബാക്ക് ടു മിസ് പുഷ്പ. മിസ് പുഷ്പയിലേക്ക് തന്നെ നമുക്ക് വരാം. ഷീ ഈസ് മോസ്റ്റ് പോപ്പുലർ റെഡി വിത്ത് മെൻ ഓൾസോ ആൻഡ് ലേഡീസ് ഓൾസോ. വിത്ത് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇടയിൽ എന്താണ്, ആരാണ് മിസ് പുഷ്പ? വെരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. വെൻ എവർ ഐ ആസ്ക് ടു her to do anything, she was saying, just now only I will do it. That is showing good spirit. I am always appreciating the good spirit. അതായത് ആരെന്ത് വന്ന് പറഞ്ഞാലും മിസ് പുഷ്പ എന്ത് ചെയ്യാറില്ല, ഒഴിവാക്കാറില്ല. ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എല്ലാ സമയത്തും ആരെന്ത് വന്ന് പറഞ്ഞാലും മിസ് പുഷ്പ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ചെയ്യാമെന്ന് പറയും. ഓൾവേസ് അദ്ദേഹത്തിൻ്റെ അവരുടെ ആ ഒരു ഗുഡ് സ്പിരിറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് പോയറ്റ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ പോയറ്റ് മീൻസ് ഇവിടെ കൊളീഗാണല്ലോ. ഈ ഇതൊരു ഫെയർവെൽ പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊളീഗാണ്. മിസ് പുഷ്പ ഡിയസിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കൊളീഗ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. പുഷ്പ മിസ് ഈസ് നെവർ സേയിങ് നോ. whatever I owe anybody is asking, she is always saying yes. And today she is going to improve her prospect and we are wishing her bon voyage. Now I ask other speaker to speak and afterwards Miss Pushpa will do summing up. ഓക്കെ, ഈ ലാസ്റ്റ് ആൻസറിൽ പറയുന്നത് മിസ് പുഷ്പ ഒരിക്കലും നോ എന്ന് പറയാറില്ല. ആരെന്ത് ചോദിച്ചാലും എനിബഡി ആസ്ക് ഓൾവേസ് സേസ് എസ് എന്നേ പറയാറുള്ളൂ, നോ എന്ന് പറയാറില്ല. ഇപ്പോൾ ടുഡേ ഷീ ഈസ് ഗോയിങ് ടു ഇംപ്രൂവ് ഹെർ പ്രോസ്പെക്റ്റ്. അവരുടെ ആ ഒരു പ്രോസ്പെക്റ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവർ പോവുകയാണ്, ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്, എബ്രോഡിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളവർക്ക് എന്താണ് വിഷിങ് ഹെർ ഹാപ്പി ജേർണി എന്ന് പറയുകയാണ് ഇവിടെ. നൗ ഐ ആസ്ക് അതർ സ്പീക്കേഴ്സ് ടു സ്പീക്ക്. അത് കൊളീഗ്സിനെ വിളിക്കുകയാണ്, സ്പീക്ക് ചെയ്യാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്, സ്റ്റേജിലേക്ക് വിളിക്കുകയായിരിക്കും. ആൻഡ് ആഫ്റ്റർവാർഡ്സ് മിസ് പുഷ്പ വിൽ ഡു സമ്മിങ് അപ്പ്. അതിനുശേഷം മിസ് പുഷ്പയും ഇൻവൈറ്റ് ചെയ്യാണ്, ഇത് സമ്മിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് പുഷ്പയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പം ഇതാണ് ഇറ്റ്സ് ഓൾ ഓവർ ദ പോം. ഇതാണ് ഈ ഒരു പോത്തിൻ്റെ സമ്മർ. സിമ്പിൾ പോയാണല്ലേ, നമുക്കൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോമാണ്. പക്ഷേ ഇതിൽ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ആണ്. The poem offers a satirical look at how some people in India speak English, a device that the poet resembling used to get an Indian reader to laugh at himself. അപ്പം ഇന്ത്യൻസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ, ആ ഒരു രീതിയെ മോക്ക് ചെയ്തിട്ടുള്ളൊരു പോമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിൻ്റെ ഇതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആൻസറിൽ ഡിപ്പാർട്ടിങ് എന്ന് പറയുന്നുണ്ട്. അത് ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ്. ലീവിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ഗുഡ് ബൈ പാർട്ടി, ഫെയർവെൽ പാർട്ടി. പിന്നെ ഇൻ 2-3 days. അപ്പം ഇൻ 2 or 3 days എന്നാണ് എൻ്റെ ശരിക്കും അങ്ങനെയാണ് എഴുതുക. ഓക്കെ, ബോൺ വോയേജ് എന്നുള്ള ഹാപ്പി ജേർണി. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻസയിൽ യു ആർ ഓൾ നോവിങ് ആസ് യു ഓൾ നോ, അത്രയും മതി. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് സ്മൈലിംഗ് അത് ഗോ ഓൺ സ്മൈലിംഗ് എന്ന് മതി. ഗോ ഓൺ സ്മൈലിംഗ് അല്ലെങ്കിൽ ഓൾവേസ് സ്മൈൽസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആൻസറിൽ മിസ് പുഷ്പ ഈസ് കമ്മിങ് ഫ്രം, ഷീ കംസ് ഫ്രം എന്ന് മതി. അത് ഒരു മിസ്റ്റേക്കാണ്. പിന്നെ റെപ്യൂട്ടഡ് ഫാമിലി എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഐ എം നോട്ട് റിമെമ്പറിങ്, അതിന് ഐ ഡോണ്ട് റിമെമ്പർ എന്നാണ് എൻ്റെ ശരിയായ വേർഡ്. പിന്നെ വൺസ് ഓൺലി ഐ സ്റ്റേഡ് ഇൻ സൂറത്ത് നെക്സ്റ്റ് ആൻസറിലുള്ളതാണ്. അതിൽ ഓൺലി വൺസ് ഐ സ്റ്റേഡ് ഇൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ വാസ് കുക്കിംഗ് നൈസ്ലി, കുക്ക്ഡ് നൈസ്ലി ഇത് മതി, വാസ് കുക്കിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ആൻസറിൽ വിത്ത് മെൻ ഓൾസോ ആൻഡ് ലേഡീസ് ഓൾസോ എന്ന് പറയുന്നുണ്ട്. അതിൽ ശരിക്കും വിത്ത് ബോത്ത് മെൻ ആൻഡ് വിമൻ എന്ന് പറഞ്ഞാൽ മതി.
നെക്സ്റ്റ് ആൻസർ വരുമ്പോൾ ജസ്റ്റ് നൗ ഓൺലി ഐ വിൽ ഡു ഇറ്റ് നൗ. ഓക്കെ. നെക്സ്റ്റ് ഐ എം ഓൾവേസ് അപ്രിഷിയേറ്റിംഗ്, അത് ഐ ഓൾവേസ് അപ്രിഷിയേറ്റ് എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ എനിബഡി ഈസ് ആസ്കിങ്, അതിൽ എനിബഡി ആസ്ക്സ്. പിന്നെ ഓൾവേസ് സേയിങ് എസ്, ഓൾവേസ് സേയ്സ് എസ്. ഓക്കെ. വിൽ സം അപ്പ്. ഓക്കെ, ഇത്രയും മിസ്റ്റേക്സാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ തീം ഈ മിസ്റ്റേക്സും ഇംഗ്ലീഷിൻ്റെ യൂസേജ്, നമ്മൾ സം ഇന്ത്യൻസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു പാരഡി ആയിട്ടാണ് ഈ ഒരു പോം വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണോ ഇപ്പോൾ ഇതിൽ ഹൈ ഫാമിലിയിൽ റെപ്യൂട്ടഡ് ഫാമിലി വന്നിട്ടുള്ള അപ്പർ ക്ലാസ്സസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇന്ത്യൻസ് ട്രീറ്റ് ചെയ്യുന്നത്, ആ ഒരു 2 തീംസാണ് മെയിനായിട്ട് ഈ ഒരു പോത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പോം. താങ്ക് യു.